തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചെങ്കിൽ കുവൈത്ത് മലയാളികൾ വരില്ലേ? നിങ്ങൾ വരില്ലേ? അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്നെ കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും. ഞാനിപ്പോൾ ഉള്ളത് മഹ്ബൂലയിലാണ്. അപ്പൊ ഇന്നിവിടെ വരാൻ വേണ്ടി കാരണം നമുക്കറിയാം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ പല വിധത്തിലുള്ള സഹായങ്ങളും എത്തിക്കുന്നുണ്ട്. ഓരോ ആൾക്കും എങ്ങനെ പറ്റുന്ന അങ്ങനെ അവർ സഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഹ്ബൂലയിലെ ഒരു പറ്റം യുവാക്കൾ രൂപീകരിച്ച ഒരു ക്ലബ്ബാണ് സ്പാർട്ടൻസ്. അപ്പോൾ ഈ ക്ലബിൻ്റെ പേരിൽ ഇവരൊരു ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. ടൂർണമെൻറ്റ് നടത്തുന്നത് വെച്ചാൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി തന്നെയാണ്. കാരണം വയനാടിലേക്ക് ഫണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്നത്, ഇതിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഫണ്ട് കണ്ടെത്തുന്നത്, അപ്പോൾ ഈ ക്ലബിൻ്റെ ഭാരവാഹികൾ തന്നെ ഇവിടെ ഉണ്ട്. അവർ അതിനെക്കുറിച്ച് വിശദീകരിച്ച് തരും. ജി ഭായ്, എങ്ങനെയാണ് നിങ്ങൾ ഈ ടൂർണമെൻറ്റ് ഇപ്പോൾ നടത്തുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കുമോ? സത്യത്തിൽ ഞങ്ങളിങ്ങനെ ഒരു ടൂർണമെന്റ് നടത്തുന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളെ കൊണ്ട് എന്ത് അവർക്കൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് കമ്പനിയിലുള്ള എല്ലാവരും കൂടി ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. കാരണം നമ്മൾ ചെറിയ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്നും ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു എമൗണ്ട് ആവുന്നില്ല. അപ്പോൾ അതിന് ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി 50ഓളം യുവാക്കളുണ്ട്, മലയാളികൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, 50-ൽ പരം. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനം എടുത്തു, നമുക്കൊരു നല്ല രീതിയിൽ ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ച് അതിൽ നിന്നും കിട്ടുന്ന പൈസ മുഴുവൻ വയനാട് ദുരന്തത്തിന് വേണ്ടി സംഭാവന ചെയ്യണമെന്ന്. ഇപ്പൊ ഈ ഒരു ടൂർണമെന്റിൽ ഏതൊക്കെ ടീമാണ് മാറ്റിയെടുക്കുന്നുള്ളത്? നമുക്ക് ഈ ടൂർണമെന്റിലേക്ക് 18 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 18 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏഷ്യൻ റീജിയൻ ഒരു വലിയ ടൂർണമെന്റ് തന്നെയാണ് നമ്മൾ ഇതിന് അറേഞ്ച് ചെയ്യുന്നത്, സംഘടിപ്പിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിലെ ടീമുകൾ മാറ്റിയെടുക്കുന്നുണ്ട്? ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടൂർണമെന്റ് സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് ഞങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിൽ ഇത് പറഞ്ഞപ്പോൾ തന്നെ അൽമുസൈനിയിലെ ശിവഭായ് ഞങ്ങൾക്ക് വളരെ നല്ല സപ്പോർട്ട് നൽകി. പുള്ളി തന്നെ അവരെ കമ്പനി പറഞ്ഞ് മെയിൻ സ്പോൺസർ അൽമുസൈനി ഏറ്റെടുത്തു. അതുമാതിരി തന്നെ കുവൈറ്റിലുള്ള സ്പെയർ പാർട്സ്, അൽ-അമീൻ സ്പെയർ പാർട്സ് ഞങ്ങൾക്ക് കോ സ്പോൺസർ സപ്പോർട്ട് ചെയ്തു. അവർ റണ്ണറപ്പ്. അതുമാതിരി തന്നെ വൈറ്റ് ഹാൾ ലോജിസ്റ്റിക് സെക്കൻഡ് റണ്ണറപ്പ്, ക്യൂ പോയിന്റ് സൊല്യൂഷൻസ് 4th പ്ലേസ്. അങ്ങനെ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാന്നുള്ള അവരാ ഒരു ഊർജം കൂടി നമുക്ക് വളരെ പ്രചോദനമായി. തീർച്ചയായിട്ടും വയനാട്ടിലെ ഈ ഒരു പ്രശ്നത്തിൽ മലയാളികൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഇപ്പോൾ ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇങ്ങനത്തെ സംഭവങ്ങൾ വെച്ചെങ്കിലും അവരുടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ ഞങ്ങൾ ഈ ടൂർണമെന്റിന് വേണ്ടി സഹായത്തിന് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. അവരേതായ രീതിയിൽ നമുക്ക് എല്ലാവരും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 4 മെയിൻ സ്പോൺസേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടും മാച്ച് സ്പോൺസറിംഗ് ആയിട്ടും ഒരുപാട് സ്ഥാപനങ്ങളും വ്യക്തികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടൂർണമെന്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നാണ്? ഈ ടൂർണമെന്റ് ആഗസ്റ്റ് 23-ാം തീയതി ഫഹാഹിൽ സുഖ്സഭ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചേക്കുന്നത്. 5:30-6 മണി തൊട്ടിട്ട് രാത്രി 10-11 മണി വരെയാണ് ഈ ടൂർണമെന്റ്. 18 ടീമുകളാണ്. അപ്പോൾ അതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഒരു 5-6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മേളയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളെ മുമ്പിലോട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നില്ല എന്തിനെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുവൈത്ത് പബ്ലിക്കിന്റെ മലയാളികളായെങ്കിലും ആരായെങ്കിലും സപ്പോർട്ട് വേണം. കാരണം ഈ ഒരു ടൂർണമെന്റ് വിജയിപ്പിച്ചു കൊടുക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം ഇത് വയനാടിലേക്കാണ് ഇതിൻ്റെ ഒരു ഫണ്ട് പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ, ഇവർ ഈ ടൂർണമെന്റ് വെക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ റാഫേൽ കൂപ്പൺ നറുക്കെടുപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും എടുത്ത് ഇവരോട് സഹകരിക്കുക. കാരണം ടൂർണമെന്റ് ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലും അതിന്റെ ചിലവിൽ അത് പോകും. പക്ഷെ ഇങ്ങനെ കിട്ടുന്നത് നമുക്ക് വയനാടേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് മുജീബായി തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയും. മുജീബായി, എന്താ പറയുന്നത്? ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുവൈറ്റിലുള്ള മുഴുവൻ ഫുട്ബോൾ പ്രേമികളും 23-ാം തീയതി, ഈ വരുന്ന ആഗസ്റ്റ് 23-ാം തീയതി സുഖ്സഭ പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് വന്ന് ഈ കളി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. അതായത് നല്ലവരായ ഫുട്ബോൾ പ്രേമികൾ. തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചെങ്കിൽ കുവൈത്ത് മലയാളികൾ വരില്ലേ? നിങ്ങൾ വരില്ലേ? അപ്പൊ എല്ലാവരും വന്ന് ഇത് വിജയിപ്പിക്കുക. സുഹൃത്തുക്കൾ, ഈ ഒരു ടൂർണമെന്റ് ഈ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താതെ ഇരിക്കുന്നത് മോശമാണ്. കാരണം അദ്ദേഹം ഈജിപ്ഷ്യനാണ്. ഒരു ഈജിപ്ഷ്യൻ നമ്മളെ മലയാളികൾ വെക്കുന്ന, അതായത് വയനാടേക്ക്
വയനാട് ഫണ്ടുമായി കണ്ടെത്താൻ വേണ്ടിയൊക്കെ ഒന്ന് ടൂർണമെന്റ് സഹകരിക്കണമെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ എങ്ങനെയുണ്ടാവും? മുജീബായി അദ്ദേഹത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഹൈത്തം എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഈ ടൂർണമെന്റ് അനൗൺസ് ചെയ്ത് ഇതുവരെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വരുന്ന 23-ാം തീയതി സൂഖ് സഭ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് എല്ലാവരും എത്തുക. കാരണം ഇതാ ഇവിടെ കൂടിയിരിക്കുന്ന ഒക്കെ ഈ ഒരു ക്ലബിന്റെ ഭാരവാഹികളാണ്. എങ്ങനെ നമുക്ക് പൊളിക്കണ്ടേ?